ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന മുട്ട ബജ്ജിയാണ്. മൈ നെയിം ഈസ് ജോ. വെൽക്കം ടു മൈ ചാനൽ. മുട്ട ബജ്ജി തയ്യാറാക്കുവാനായി 6 മുട്ടയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു പാത്രത്തിലേക്ക് 6 മുട്ട ഇട്ട് കൊടുത്തതിന് ശേഷം മുട്ട മുങ്ങിക്കിടക്കുവാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് മുട്ട പുഴുങ്ങിയെടുക്കുക. മുട്ട പുഴുങ്ങുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മുട്ടയുടെ തോട് വേഗം ഇളക്കിയെടുക്കുവാൻ സാധിക്കും. ഇനി പുഴുങ്ങിയ മുട്ട തോട് പൊളിച്ച് കളഞ്ഞതിന് ശേഷം നടുവേ മുറിച്ച് വെക്കുക. ഇനി നമുക്ക് ബജ്ജി തയ്യാറാക്കാൻ ആവശ്യമായ ബാറ്റർ തയ്യാറാക്കാം. അതിനായി 240 മില്ലിയുടെ 1/4 കപ്പ് കടലമാവ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ബജ്ജി നല്ല ക്രിസ്പി ആയിട്ട് വരുവാനായിട്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചെറുതായി കട്ട് ചെയ്ത ഒരു പച്ചമുളകും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 നുള്ളു കായപ്പൊടിയും 1 നുള്ളു ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തുകൊണ്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം അല്പാൽപമായി വെള്ളം ചേർത്ത് കൊടുത്തുകൊണ്ട് തിക്ക് കൺസിസ്റ്റൻസിയിലുള്ള ബാറ്റർ തയ്യാറാക്കുക. വെള്ളം കൂടിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ബാറ്റർ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ബജ്ജി തയ്യാറാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഒരു കടായി സ്റ്റൗവിൽ വെച്ചതിന് ശേഷം ഡീപ്പ് ഫ്രൈ ചെയ്യുവാൻ തക്കവണ്ണം കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എണ്ണ തിളച്ച് കഴിയുമ്പോൾ സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നടുവേ കീറി വെച്ചിരിക്കുന്ന ഓരോ പീസ് മുട്ടയും ബാറ്ററിൽ മുക്കി തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തുകൊണ്ട് ഒരു ലൈറ്റ് ബ്രൗൺ നിറമാകുന്നത് വരെ മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം എണ്ണയിൽ നിന്ന് കോരി ഒരു ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞ് വയ്ക്കുക. എക്സസ് ആയിട്ടുള്ള ഓയിൽ പേപ്പർ വലിച്ചെടുത്തുകൊള്ളും. എടുത്തു വെച്ചിരിക്കുന്ന മുട്ട മുഴുവൻ ബജ്ജി ആകുന്നത് വരെ സെയിം പ്രോസസ്സ് തുടരുക. ഇനി ചൂടോടുകൂടി നമുക്കിത് കാപ്പിയുടെയോ ചായയുടെയോ കൂടെ സെർവ് ചെയ്യാവുന്നതാണ്. കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന മുട്ട ബജ്ജി നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി താഴെ രേഖപ്പെടുത്തുക. ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.